ഹായ് ഓൾ. ഫെബ്രുവരി അവസാന വാരം നടന്ന കേട്ടറ്റിൻ്റെ വ്യത്യസ്ത കാറ്റഗറികളിലുള്ള എക്സാമിനേഷൻസിൻ്റെ ഫലപ്രഖ്യാപനം ഇക്കഴിഞ്ഞ മെയ് 26 നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെക്ടിഫൈഡ് ആൻസർ കീ വന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്യാൻസലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻസിൻ്റെയും ഓപ്ഷൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റെക്ടിഫൈഡ് ആൻസർ കീ വെച്ചിട്ട് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് ക്വാളിഫൈഡ് ആയി എന്ന് വിശ്വസിച്ച പല ആളുകളും റിസൾട്ടുകൾ വന്ന സമയത്ത് ക്വാളിഫൈഡ് ആവാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും കേട്ടറ്റിൻ്റെ കാറ്റഗറി 4 എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത്. കാറ്റഗറി 4 എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് അധ്യാപകർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ, അങ്ങനെ കേട്ടറ്റിൻ്റെ കാറ്റഗറി 4 എഴുതിയ പല അധ്യാപകർക്കും റെക്ടിഫൈഡ് ആൻസർ കീയിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത മാർക്കിൻ്റെ ഏകദേശം 6 മാർക്കോളം ഡിഫറൻസ് വ്യത്യാസം അവർക്ക് റിസൾട്ടിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് റെക്ടിഫൈഡ് ആൻസർ കീ വെച്ചിട്ട് ക്വാളിഫൈഡ് ആയി എന്ന് ഉറപ്പിച്ചിരുന്ന പല ആളുകൾക്കും ക്വാളിഫൈഡ് ആവാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം ഒരു പരാതിയായിട്ട് കേട്ടറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലും കേട്ടറ്റിൻ്റെ അഡ്രസ്സുകളിലൊക്കെ ഒരുപാട് ആളുകൾ മെയിൽ ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും പരാതി ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കേട്ടറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വന്നിട്ടുണ്ടായിരുന്നു. കേട്ടറ്റിൻ്റെ കാറ്റഗറി 4 എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും മാർക്കുകൾ അല്ലെങ്കിൽ ഉത്തരക്കടലാസുകൾ പുനർമൂല്യനിർണ്ണയം പുനഃപരിശോധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതായത് പരാതി നൽകിയവരും അല്ലാത്തവരുമായിട്ടുള്ള കേട്ടറ്റിൻ്റെ കാറ്റഗറി 4 പരീക്ഷ എഴുതിയ എല്ലാവരുടെയും ഉത്തരക്കടലാസുകൾ എന്ത് ചെയ്യും, പുനഃപരിശോധിക്കും എന്നാണ് കേട്ടറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സുപ്രീം കോടതിയുടെ പുതിയ വിധികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും കേട്ടറ്റ് ക്വാളിഫൈഡ് ചെയ്യുക എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന പല ആളുകൾക്കും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെ കേട്ടറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മെയിനായിട്ടും ഇങ്ങനെ മാർക്കുകളിൽ മാറ്റം വരാനുള്ള കാരണമായിട്ട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഒഴിവാക്കിയ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കുകൾ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ്. കാരണം കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് പരീക്ഷ എഴുതിയ എല്ലാവർക്കും കിട്ടും എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാറ്റഗറി 4 ക്യാൻസലേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്യാൻസൽ ചെയ്ത മാർക്കുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും പരാതി ഉന്നയിക്കുന്നത്. അതിൽ തന്നെ മറ്റേ തുന്നലിൻ്റെ എക്സാമിലേക്ക്, അതായത് സ്വിങ് എക്സാമിലേക്കൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ പാർട്ട് 3 0 മാർക്ക് കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. പാർട്ട് 3 സ്വിങ്ങിൻ്റെ തന്നെ 3 ക്വസ്റ്റ്യൻ എങ്ങാണ്ടോ ക്യാൻസൽ ആയിട്ടുണ്ട് പാർട്ട് 3 തന്നെ. അപ്പോൾ ആ ക്യാൻസൽ ചെയ്ത് അറ്റ്ലീസ്റ്റ് 3 ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് പലരും ഉന്നയിക്കുന്നത്. അപ്പോൾ എന്തായാലും കേട്ടറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള വിധി തന്നെ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അതിനുശേഷം കേട്ടറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാനും സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കുന്നത് നിങ്ങൾ ഏത് ജില്ലയിലാണോ എക്സാം എഴുതിയിട്ടുള്ളത് ആ ജില്ലയിലെ ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷൻ ഓഫീസിൽ വെച്ചിട്ടാണ് സാധാരണയായിട്ട് കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ നടക്കാറുള്ളത്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പത്രങ്ങളിലും ന്യൂസുകളിലൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, പുറത്തുവിടും. അതായത് ഏത് ദിവസങ്ങളിലാണ് കേട്ടറ്റിൻ്റെ വെരിഫിക്കേഷൻ നടക്കുക എന്നുള്ള സാധനം അവർ പത്രങ്ങളിലൂടെ എന്ത് ചെയ്യും, പുറത്തു വിടുന്നതായിരിക്കും. അപ്പം നിങ്ങളൊന്ന് അതൊന്ന് അന്വേഷിച്ച് നോക്കുക. ഏത് ദിവസങ്ങളിലാണ് കേട്ടറ്റിൻ്റെ വെരിഫിക്കേഷൻ നടക്കുക എന്നുള്ള കാര്യം ഒന്നെങ്കിൽ വിളിച്ചന്വേഷിക്കാം, അല്ലെങ്കിൽ എനിക്ക് ന്യൂസുകളിലൂടെ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ എന്താണോ പറയുന്നത് അന്നേ ദിവസം നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഹാജരാവണം. അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കേട്ടറ്റ് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്തിരുന്ന ഇൻവിജിലേറ്ററുടെ സൈന് കിട്ടിയിട്ടുള്ള ഹാൾ ടിക്കറ്റ് കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് കൊണ്ടുപോകണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ടോ അതിൻ്റെ എല്ലാം ഒറിജിനൽ രേഖകളും അതിൻ്റെ എല്ലാം അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പികളും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഹാജരാക്കേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ സമയത്ത്, അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അതേ ഓഫീസിൽ വെച്ച് തന്നെയായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടാവുക. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മിസ്സാവുകയാണെങ്കിൽ അടുത്ത ബാച്ചിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് തരാനുള്ള പരിപാടികളൊക്കെ സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. അതായത് നിശ്ചിത തുക ഫൈൻ അടക്കം
നിങ്ങൾക്ക് അടുത്ത ബാച്ചിൽ വേണമെങ്കിൽ കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ലേറ്റ് ആക്കാതെ എന്നാണോ ആ ന്യൂസ് വരുന്നത് ആ ദിവസങ്ങളിൽ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതൊക്കെ ഒന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതായത് കിട്ടുന്ന ആ കറക്റ്റ് സമയത്ത് തന്നെ മാക്സിമം വേഗത്തിൽ അതൊന്ന് കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എന്നാണെന്ന് മറന്നോ അല്ലെങ്കിൽ അറിയാതെയോ ആയിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നാണെന്ന് അറിയാതെ ഒരുപാട് ആളുകൾ കേട്ടിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി അങ്ങോട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നാണെന്നുള്ളത് കറക്റ്റായിട്ട് ന്യൂസുകളിൽ നിന്ന് അറിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊന്ന് പോയിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി ക്വാളിഫൈഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അടുത്ത കേട്ടറ്റിൻ്റെ എക്സാമിനേഷന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ആവുക. അടുത്ത കേട്ടറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, ഇക്കൊല്ലം അവസാന വാരത്തിലോ അല്ലെങ്കിൽ ഇക്കൊല്ലം അവസാനത്തിലോ അല്ലെങ്കിൽ അടുത്ത കൊല്ലം ആദ്യ ഭാഗത്തോ ആയിട്ട് പുതിയ LP UP എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ നോട്ടിഫിക്കേഷന് പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് K2 K1 ഒക്കെയാണ്. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു കേട്ടറ്റ് എഴുതി ക്വാളിഫൈഡ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും അടുത്ത കേട്ടറ്റിൽ എന്തായാലും നിങ്ങൾ കേട്ടറ്റ് ക്വാളിഫൈഡ് ആവേണ്ടി വരും. അപ്പോൾ വരുന്ന LP UP എക്സാമുകളൊക്കെ പരിഗണിച്ചിട്ട് പുതിയ കേട്ടറ്റിൻ്റെ നിയമങ്ങളുടെയൊക്കെ പ്രാബല്യത്തിൽ നിർബന്ധമായിട്ടും കേട്ടറ്റിൻ്റെ ആവശ്യകത ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിയൊരവസരത്തിലേക്ക് മാറ്റി വെക്കാതെ അടുത്ത കേട്ടറ്റ് തന്നെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സൈലൻറ്റ് ടീച്ചിങ് എക്സാമിൻ്റെ പുതിയ കേട്ടറ്റിൻ്റെ ഒഫീഷ്യൽ ബാച്ചുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കേട്ടറ്റിൻ്റെ 1, 2 എല്ലാ കാറ്റഗറികളിലേക്കുള്ള 1, 2ൻ്റെ ലൈവ് ബാച്ചുകൾ നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ഇനി കേട്ടറ്റ് കാറ്റഗറി 3ലേക്ക് വരികയാണെങ്കിൽ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ ലൈവ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ബാച്ചുകൾ റണ്ണിങ് ആണ്. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യാൻ നിൽക്കാതെ കേട്ടറ്റ് ക്വാളിഫൈഡ് ആവാനുള്ള ഒരു അവസാന സിറ്റുവേഷൻ ആയിട്ട് ഇത് കണ്ടിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു.